പ്രിയ കൂട്ടുകാരെ, വളരെ ദുഃഖം നിറഞ്ഞ ഒരു കാഴ്ചയാണ് ഇന്ന് ഞാൻ കാണാനിടയായത്. ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ മകനുമായിട്ട് പോയതാണ്. അപ്പോൾ കൊല്ലത്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ പേര് വിവരങ്ങളോ കാര്യങ്ങളോ മറ്റു ഡീറ്റെയിൽസോ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഇവിടെ കിടക്കട്ടെ. കാരണം ഇത് ഇന്ന് സംഭവിച്ചൊരു കാര്യമായിട്ട് ഇന്നത്തെ ഡേറ്റിൽ തന്നെ ഇതിവിടെ കിടക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ മറ്റു വിവരങ്ങൾ ഞാൻ വേറൊരു യൂട്യൂബിൽ അത് ചെയ്തു കൊള്ളാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ നാശം ആഗ്രഹിച്ച് കിടക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയൊരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ തേടി പിടിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അത് ഇത് ചെയ്തത്. ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളായിട്ട് സംബന്ധമായിട്ട് ഞാനിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ കൊല്ലത്ത് വെച്ചിട്ട് ഇങ്ങനൊരു കാഴ്ച, ഏതോ ഫാദർലെസ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ടീമുകൾ ബസ്സിലോടിയ ബസ്സുകാരൻ വന്ന് ഇടിച്ച് തെറിപ്പിച്ചിട്ട് അങ്ങ് പൊക്കളഞ്ഞു. എൻ്റെ കൂട്ടുകാരെ, അതിൻ്റെ നിലവിളി ഒരു 6 മാസം പ്രായമുള്ള ഒരു കുരുന്ന് കിടന്ന് നിലവിളിച്ചപ്പോൾ അവിടെയുള്ള കൊല്ലത്തുള്ള ജംഗ്ഷനിലുള്ള ആളുകൾ ആരും തന്നെ ഒന്നും എത്തിയില്ല. അതിൻ്റെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ എന്ത് പറ്റിയെന്നോ എൻ്റെ പോകാനുള്ള ഇടവും ഞാൻ ക്യാൻസലാക്കിയിട്ട് അപ്പോൾ തന്നെ ഞാൻ പുണ്യാളത്തിൽ ചമയുന്നതല്ല, ഇന്ന് നടന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുകയാണ്. നമ്മൾക്ക് വലിയൊരു സിറ്റുവേഷനും വിഷമഘട്ടത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ ദൈവികതയോടെ നീങ്ങുമ്പോഴാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഒരാൾക്ക് വാ എന്നും പറഞ്ഞ് പറ്റത്തില്ല എന്നെടുത്ത് ഞാൻ പറയുന്നു. അപ്പം ഞാനിത് പുണ്യാളത്തിൽ ചമഞ്ഞതല്ല. അവിടെ ഒരു സ്ത്രീ സ്ഥിരം ഫുഡ് കൊടുക്കുന്നൊരു സ്ത്രീയുണ്ട്. പക്ഷേ ആ സ്ത്രീ ഉൾപ്പെടെയുള്ളൊരു മറ്റുള്ള കൊല്ലക്കാരെല്ലാം ഈ സ്ത്രീ കൊല്ലത്തുള്ളതല്ല, എങ്കിലും കൊല്ലത്ത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് മൃഗങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ട് അവരിങ്ങനെ നോക്കി നിൽക്കുക. എല്ലാവരും വീഡിയോ എടുപ്പും എല്ലാം ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഞാനവിടെ ചെല്ലുമ്പോൾ എൻ്റെ മകനുമായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന്, കാരണം ഈ വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും മാത്രമേ അവിടെ നടക്കത്തുള്ളൂ, ഫോട്ടോഗ്രാഫി മാത്രമേ നടക്കത്തുള്ളൂ എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ എടുത്ത് അവിടെയുള്ള അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ഞാൻ എത്തിച്ചേർന്നു. അവിടെയുള്ള ഡോക്ടറിൻ്റെ സമീപനം വളരെ മോശകരമായ കാര്യമായിരുന്നു. അയാളത് ചെയ്യില്ലെന്നും നിങ്ങളാരെങ്കിലും കൊണ്ടുവന്നാൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന പട്ടി കൊണ്ടുവന്നാലേ പറ്റത്തുള്ളെന്നുമായി. ഇതെനിക്ക് മുമ്പും അനുഭവം ഉള്ളതാണ് അയാളുടെ കാര്യം. പിന്നെ ഞാൻ അന്നേരം സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല. അല്ലെ ഫോട്ടോ എടുത്ത് അപ്പോഴേ ഞാൻ ഇടുമായിരുന്നു. കാരണം ഇവരെയൊക്കെ അവിടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ട് ഇരുത്തിയിരിക്കുന്നത് എന്തിനാണ്? ഇതിനൊക്കെ വേണ്ടിയാണ്. അപ്പം നോ പറഞ്ഞു. പിന്നെ തൊട്ടിപ്പുറത്തിരുന്ന വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വിഷമിച്ച് ദുഃഖകരമായിട്ട് പറഞ്ഞതുകൊണ്ട് വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പാർട്ടിയോടാണ് പറഞ്ഞിരുന്നത്. അവർ പറഞ്ഞ ഉടനെ അവിടെ വന്ന് അതിന് വേണ്ട പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുഞ്ഞുമായിട്ട് എനിക്ക് പുറപ്പെടേണ്ടത് കൊണ്ട് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തുകൊണ്ട് എനിക്കൊന്നും അവിടെ സംഭവിച്ചില്ല. കാരണം ഇവരാണ് നന്ദിയുള്ളവർ, മൃഗങ്ങളാണ് നന്ദിയുള്ളവർ, പക്ഷികളാണ് മൃഗങ്ങളാണ് നന്ദിയുള്ളവർ, മനുഷ്യർ നന്ദിയില്ല. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഓട്ടോ എടുത്ത് ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ട് ബാക്കിയുള്ള പ്രോസസ്സ് പടിപടിയായിട്ട് വരാൻ തുടങ്ങി. പിന്നെ ഇഷ്ടംപോലെ ഫുഡ് സമയാസമയം അനാഥ പട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ കൂടെ സ്തംഭിച്ച് നിൽക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത്. ഞാൻ ഫുഡ് കൊടുക്കുന്ന ഒരു പട്ടിയായിരുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് നിന്നത്. അപ്പം ഞാൻ പറഞ്ഞ മുമ്പിൽ എനിക്കും അറിയില്ല പട്ടിയെ, ഞാനും ആ സമയത്ത് അപരിചിത ആണ് ഞാനും. എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഇത് സ്റ്റാർട്ടപ്പ് ഞാൻ തുടങ്ങി വെച്ചാലേ മുന്നോട്ടുള്ള നടപടികൾ വരുത്തോളം എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരെയൊന്നും ഒരിക്കലും ഈ മനുഷ്യരായിട്ടുള്ള കാണ്ടാമൃഗങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള ജീവികൾക്കും മൃഗങ്ങൾക്കും വേണ്ടിയാണ് ഞങ്ങളിരിക്കുന്നത്. അവരെ കൂടെ രക്ഷിക്കാനുള്ള കടമ ഞങ്ങൾക്കാണുള്ളത്. അല്ലാതെ ഞാൻ അനലൈസ് ചെയ്ത് നോക്കിയിട്ട് അവിടെ രക്ഷകരായിട്ടുള്ള എത്തിയ വ്യക്തികളാരും തന്നെ കൊല്ലക്കാരായിരുന്നില്ല എന്നുള്ളതാണ്. ഈ ചേച്ചിയും വേറൊരു സ്ഥലത്തുള്ള നാട്ടുകാരി ഇവിടെ വർക്ക് ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. അതിന് മൃഗസ്നേഹമുണ്ട്. ഞാൻ പക്ഷേ കൊല്ലക്കാരിയാണ്. കൊല്ലമല്ല, അവിടെ നാടല്ല പ്രശ്നം, അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് പ്രശ്നം. മനസ്സിലായോ? ഞാൻ നാട് ചുമ്മാ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളാണ് അവർ പുറപ്പെടുവിക്കുന്നത്. ഒരു മനുഷ്യനെ നന്നാക്കാനും ദുഷ്ടരായിട്ട് ജീവിക്കാനും മറ്റുള്ളവരെ നശിപ്പിക്കാനും ഒക്കെ അവരുടെ ജീവിത ശൈലിയിൽ അവർ പഠിച്ചു വന്ന പാഠങ്ങളാണ് അവർ ചെയ്യുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവാണെന്ന് പറയുകയല്ല, ഇന്ന് നടന്ന കാര്യങ്ങൾ പറയുന്നത് മാത്രം. അപ്പോൾ എൻ്റെ ആ 1 മണിക്കൂർ സമയം പോയതുകൊണ്ട്, എൻ്റെ ആ ഓട്ടോ കൂലി പോയതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. കാരണം അവരെ രക്ഷിച്ചതുകൊണ്ട് അനുഗ്രഹം മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നീട് അത് സ്റ്റാർട്ടപ്പ് ഞാൻ നടത്തിയാലേ കാര്യമുള്ളെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇതിനിറങ്ങി പുറപ്പെട്ടത്. അപ്പം പിന്നെ ഒരു രക്ഷകനായിട്ട് പിക്ചറിൽ കാണുന്ന 2 പേര് അവർ പുറത്തുള്ള പിള്ളേരാണ്. അപ്പോൾ അവർ പിന്നെ നമ്മൾക്ക് ഇങ്ങനെയുള്ള നല്ല ആ സ്ത്രീ ഉൾപ്പെടെയുള്ളവരെ എനിക്ക് പരിചയപ്പെടാനിടയായല്ലോ ഇതുവഴി.
അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ രക്ഷിക്കത്തുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ തുടങ്ങി വെച്ചില്ലെങ്കിൽ ഈ സംഗതി അവിടെ കിടന്ന് തന്നെ തീരുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ രക്ഷിച്ചു. എൻ്റെ സമയവും മെനക്കെട്ടില്ല. ഞാൻ ആ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം പോയി. എന്നിരുന്നാൽ തന്നെ എനിക്ക് നേട്ടങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ എനിക്കൊരു അനുഗ്രഹം, ഒരു പ്രത്യേക അനുഗ്രഹം. അത് അനുഗ്രഹം ദൈവത്തിൽ നിന്ന് വാങ്ങുന്നവർക്കേ മനസ്സിലാവത്തുള്ളൂ. എന്ത് തരത്തിലുള്ള അനുഗ്രഹമാണ് അത് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. നമുക്കൊരാശ്വാസം കിട്ടും ഇങ്ങനെയുള്ള. അതേസമയം ദുഷ്ടരായ മനുഷ്യരോടുള്ള ഇരിപ്പിനെക്കാട്ടി എത്ര കൊള്ളാം ഇത് എന്ന് ഞാൻ അതിന് ഭയങ്കര മാനിക്കുന്നതുകൊണ്ട് അതിന് പ്രാഥമിക കർമ്മങ്ങൾ വരേണ്ടവർ ഇച്ചിരി ലേറ്റായാലും വന്നു. ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു. പിന്നെ അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ശുശ്രൂഷിച്ച് നേരെ അതിനെ തന്നെ കൊണ്ടുവരും. ഇവിടെ എന്ന് പറഞ്ഞാൽ അത് കിടന്ന എവിടെയാണോ അവിടെ. വണ്ടി ഇടിച്ചു കൊടുക്കത്തെ പരിപാടി കാണിച്ചിട്ട് പോയവൻ്റെത് അവൻ കരുതുന്നത് അവന് അറിയത്തില്ല ഒരു മൃഗമല്ലേ എന്ന്. അവനെക്കാട്ടി വിലയുള്ളൊരു ജീവിയായിരുന്നേ. അതുകൊണ്ട് ഞാൻ അപ്പോഴും തന്നെ അവിടെയുള്ള CCTVയിൽ അത് എടുത്തു വെച്ചുകൊണ്ട് ഞാൻ ശിക്ഷ കൊടുക്കുമെന്നല്ല പറഞ്ഞത്. ഇനി ഒരു വേല ഇതുപോലെ ചെയ്യാൻ പാടില്ല. അതിന് അവർക്ക് താക്കീത് കൊടുത്തേ പറ്റൂ. അതിന് വേണ്ടി ഞാൻ ആ CCTVയുടേത് എടുക്കാനായിട്ട് പ്രോസസ്സ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഏത് സ്ഥലത്ത് വെച്ചാണെന്നോ എന്താണെന്നോ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയത്തില്ല. കാരണം എൻ്റെ നാശം ആഗ്രഹിച്ച് കിടക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഏതാണ് എവിടെയാണെന്ന് തപ്പിയ എന്നും പറഞ്ഞ് തുടങ്ങും. അതുകൊണ്ട് ഞാനത് വേറൊരു യൂട്യൂബിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യാം. ഇന്ന് നടന്ന സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. ഇന്ന് നടന്ന